ബുക്ക് ചെയ്ത ട്രെയിനിൽ പോലും ഇങ്ങനത്തെ അവസ്ഥ. അപ്പം ലോക്കൽ ക്ലാസ്സിനൊക്കെ എന്തുമായിരിക്കും, ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു. ഇപ്പോൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ബാത്റൂമിൽ നിന്ന് ഒരു പ്രോബ്ലം ഇല്ലയെന്ന്. ഗൈസ് ഒക്കെ നീറ്റുള്ളത്. ഇപ്പൊ തിരുപ്പതി എത്തി. ഇപ്പൊ കണ്ട തിരുപ്പതി എത്തിയെന്ന്. കോഫി അടിച്ച് ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കുന്നേ ഇല്ലേ. തിരുപ്പതി തിരുപ്പതി എന്തോന്ന് കഴിക്കാൻ കിട്ടി? അത് രാവിലെ നമുക്ക് ഉപ്പുമാവാണ് കഴിക്കാൻ കിട്ടിയെന്നാലും നമ്മൾ വാങ്ങിച്ച നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഉപ്പുമാവാണ് ആ രാവിലത്തെ ഫുഡ്. എനിക്ക് അത്ര ഇഷ്ടമല്ല. ഹായ്. പിന്നെ പുറത്തോട്ടൊക്കെ തന്നെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ആകത്തില്ലേ കുറേ നേരം കഴിയുമ്പോൾ. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനും മോനും കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിന് നേരത്തെ ഓർഡർ കൊടുക്കണം, എന്നാലേ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ കൊണ്ട് തരുത്തുള്ളൂ. അതിന് പിന്നെ കാറ്റ് പോയി അല്ലേ, ബിഗ് ബോസ് കണക്കായി പോയില്ലേ നമ്മളിത്. ഫോൺ എന്തായാലും കയ്യിലുണ്ട്. രാവിലെ എണീക്കുക ടാസ്ക് ഉണ്ട്, കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ടാസ്ക്കാണ്, അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലേ. കിടക്കുക, തിന്നുക, ഉറങ്ങുക, കിടക്കുക. നിൽക്കാറുറപ്പില്ല ഈ സ്ഥലത്ത് സ്പെക്കിൽ കിടക്കാൻ പറ്റുന്നത്. പിന്നെ കുഞ്ഞിനെ പക്ഷെ കൊള്ളാല്ലേ കാര്യം. വാവ ഉറങ്ങി വരുന്നു. എവിടായോ എന്തോ. അവിടെയൊക്കെ കുറേ ആളുകൾ ജോലിയൊക്കെ ചെയ്യും. കണ്ടിട്ട് തമിഴ്നാടാണ് തോന്നുന്നു. ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ബാത്റൂം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അപ്പുറത്തെ ബാത്റൂമിൽ ഞാൻ കയറുക, ഇപ്പുറത്തെ ബാത്റൂമിൽ കയറത്തേ ഇല്ലായിരുന്നു. പിന്നെ ശ്രദ്ധിച്ചിട്ടുമില്ല ഇപ്പുറം ഒരു ബാത്റൂം ഉള്ളത്. ഈ വൃത്തിയാക്കുമായിരിക്കും, അറിയത്തില്ല. ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ ബാത്റൂമിൽ നോക്കിയപ്പോൾ ക്ലീനായിട്ട് കിടപ്പുണ്ട്. അന്നേരം അവർ ക്ലീനാക്കി കാണും. ഫ്ലവേഴ്സ് നോക്കിയ സൂപ്പർ ഇതാണ് ഇവിടൊക്കെ ഉണ്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, രണ്ട് പീസ് ഉണ്ട്. അവിടെ നിന്ന് എടുത്ത് വെള്ളം അല്ലാത്ത സമയത്ത് ഫുള്ള് വരുവാന്ന് തോന്നുന്നില്ല. അല്ല അവിടെയാണൊക്കെ മണ്ണ് അവിടെ ഇല്ല, അവിടെ കെട്ടിയേക്കണേ. ഇതിന് കായലാ നദിയാണല്ലേ? പണിയുന്ന ഇതാണ് ആ പാലം അവർ ഒഴിവാക്കിയേക്കുന്നത്. പുറത്തിറങ്ങി ഇഷ്ടപ്പെട്ടാ ആ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. വീഡിയോക്ക് ക്ലിയർ ഇല്ല. പുറത്തോട്ട് എടുത്തിട്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളം എടുത്തോണ്ടോന്ന് അവിടെ മൊത്തം വൃത്തിയാക്കുന്നു. എന്നാ രണ്ട് നല്ല മക്കളാ. അയ്യോ ഇതിന്റെ കൂടെയൊക്കെയാണല്ലോ റബ്ബീര് അപ്പൊ ഇവിടത് ഇതൊരിക്കലും കഴിഞ്ഞില്ലേ. പിന്നെയും പോയി വെള്ളം എടുത്തോണ്ടോ. ഇത് കുടിക്കാൻ വെള്ളമില്ല, കഴിവ്. ആളുകളെല്ലാം നോക്കിക്കൊണ്ട് എടുക്കട്ടെ. ഇവിടെ എനിക്കൊന്ന് പണിയൊക്കെ നടക്കുന്ന ഗ്യാരേജ് ഉണ്ട് ഇവർക്ക് അവിടെ. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്ര 3 ആളിനെ കിടക്കും.
കുറച്ച് നേരം ബോറടിച്ചപ്പോൾ പാട്ടൊക്കെ ഇട്ട് തലയടയിൽ കൊടുത്തപ്പോൾ തന്നെ ആൾ രാത്രി ഇന്നലെ ഉറങ്ങിയില്ല. പക്ഷെ അങ്ങനെ ആൾ നല്ലോണം കിടന്നുറങ്ങി. പിന്നെ എന്നപ്പം ആളെന്തോ ഒരു ഹിന്ദിയിൽ എന്താ കിഴങ്ങ് വെച്ചെന്തോ ഉണ്ടാക്കിയ സംഭവം, മുട്ട ബജ്ജിയുടെ അതുപോലത്തെ സമയത്ത് കിഴങ്ങെന്തോ വെച്ചുണ്ടാക്കിയ സംഭവം എനിക്കിഷ്ടപ്പെട്ടില്ല. അവർ കഴിക്കുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്ന്, അല്ലാതെ ഇതിനകത്ത് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അകത്തിരുന്ന് മടുത്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ആ വെളിയിലോട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നെഞ്ചും ദൂരെ എഴുതി ഇവിടെ. എന്നിട്ട് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി, കാരണം അകത്തിരുന്ന് ഏത് സമയം അകത്തിരുന്ന് വീഡിയോ എടുത്ത് ബോറടിക്കുമല്ലോ, അതുകൊണ്ട് പുറത്തിറങ്ങിയത്. ഞങ്ങൾക്ക് മാത്രമല്ല ബോറടി, ഏത് സമയം കറങ്ങി വീട്ടിൽ നടന്ന ആൾക്ക് ഇപ്പം ഈ അപ്പുറം ഇപ്പുറമായിട്ട് നടന്ന ആൾക്കും ബോറടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആളും കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി. എനിക്കിതെങ്ങനെ വിവരിക്കണമെന്നറിയത്തില്ല. സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് ചിത്രനോ അങ്ങനെ എന്തുകൊണ്ട് ആളെ പേര്, ആളെ വീടൊക്കെ കാണുന്നത് എനിക്കാണ് അതുപോലെ വിവരിക്കണം. അത്ര സൂപ്പർ. എനിക്ക് ഇവിടെ അകത്തിരുന്നിട്ട് ഈ വെയിലിൻ്റെ ഒരു ഇതടിച്ചുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോയത്. അപ്പോൾ ഇത്രയും സൂപ്പർ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്. അത്ര സൂപ്പറായത് പുറത്ത് നിന്നപ്പം. നിങ്ങളും കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്? അത്ര സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് നമ്മളവിടെ പോയി നിന്ന് കുറച്ച് നേരമല്ല, കുറച്ച് കൂടുതൽ നേരം അവിടെ നിന്ന് സൂര്യൻ താന്ന് പോകുന്നത് വരെ നോക്കി ഞങ്ങൾ അവിടെ തന്നെ നിന്നാണ്. അത്ര ഒരു വൈബ് ഉണ്ടായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. ഇന്നലെ കയറിയിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് പറയുന്നത് നാളെ. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ദിവസം. പിന്നെ ഇത്രയും ലോങ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും വേറൊന്നും കൊണ്ടല്ല. കാരണമെന്ന് പറയുമ്പം എൻ്റെ വേറൊരു വീഡിയോയ്ക്കകത്ത് ലോങ് വീഡിയോ ഇട്ടില്ല, അതിനകത്ത് ഒരാളൊന്ന് കമൻറ്റ് ഇട്ടായിരുന്നു വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് വീഡിയോ ഇടുന്നത്. ഞാൻ ഇത്രയും വെള്ളത്തിൽ ഏകദേശം കൂടിപ്പോയി ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ തീർക്കുന്നതാണ്. അപ്പം ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ ഇത്രയുള്ള നമ്മൾ രണ്ടാമത്തെ ദിവസം. ഫുഡ് എന്തുവാ ഇങ്ങോട്ട് നോക്ക്, തട്ടി കളയല്ലേ തുറന്നിരിക്കുന്നു. ഇന്നത്തെ ഫുഡ് നമ്മളെ സ്റ്റേറ്റ് വിട്ടുള്ള ഫുഡാണ്. ചോറ്, ചപ്പാത്തി, സബ്ജി, അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള. ചപ്പാത്തിയും കഴിച്ചിട്ട് ആദ്യം ഇതിരി ചോറ് അങ്ങനെ കഴിക്കണം. അൺബോക്സിങ് ഞാനാ ഇതുവരെയൊക്കെയായിട്ട് എനിക്കിവിടുത്തെ ഫുഡ് പിടിച്ചിട്ടില്ല. ഈ ഫുഡെങ്കിലും കൊള്ളാൻ നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ പറയാൻ സമയമായി. ഫുഡ് ഇന്നത്തെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇത്രയും ദിവസത്തെയും കുഴപ്പമില്ലായിരുന്നു. ഇവര് ഡാലറിയൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഡെയിലി ഡാലറി ഫുഡ്, രാത്രിയത്തെ ഫുഡ് മാത്രമുള്ളായിരുന്നു. പിന്നെ കുറേ പേര് എൻ്റെ വന്ന് ചോദിച്ചായിരുന്നു ട്രാവൽ പാക്കേജും അതിൻ്റെ എല്ലാം ഒന്ന് ഡീറ്റെയിൽസ് പറയണേന്ന്. എല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ പറയാം. എൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ ചോദിച്ചിട്ട് കറക്റ്റ് പറയാം. ചേട്ടനാണ് അതെല്ലാം ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റ് ഒന്ന് പറയുന്നതാണ്. പിന്നെ അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട. ഇന്ന് കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇന്ന് കുറച്ച് മടുപ്പുണ്ടായിരുന്നു. ഭാവി ഇടയ്ക്ക് ഇത്തിരി കുഴപ്പമില്ല. അവന് വീട്ടിലെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. ഒറ്റ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ആ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ അടുത്ത 3-ാമത്തെ ഡേ ഉടനെ വരുന്നതാണ്. നമുക്ക് ഉറങ്ങാം. ഗുഡ് നൈറ്റ്.